Welcome to Kiddo Heaven. Hi children, how are you today? I hope you all are fine. Let's start our class. Are you ready to learn? Okay, today we are going to learn the concept of living things and non-living things. നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത്? GKയിലെ living things and non-living things. All living things breathe, eat, drink, grow and die. എല്ലാ ലിവിങ് തിങ്സും എന്താണ്? അതിനെ ശ്വസിക്കാൻ കഴിയും, ഈറ്റ് ചെയ്യാൻ കഴിയും, പിന്നെ ഡ്രിങ്ക് ചെയ്യാൻ കഴിയും, പിന്നെ എന്താണത് വളരും, പിന്നെ അത് ഇല്ലാണ്ടാവുകയും ചെയ്യും. ഇതാണ് ലിവിങ് തിങ്സ്. ഓക്കെ, ഓൾ ലിവിങ് തിങ്സ് നീഡ്സ് എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ്. എല്ലാ ലിവിങ് തിങ്സിനും എന്താവശ്യമാണ്? അതിന് ശ്വസിക്കാൻ എയർ, വായു ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്, പിന്നെ സൺലൈറ്റ്, സൂര്യപ്രകാശം അതിന് ആവശ്യമാണ്. ഇതാണ് ലിവിങ് തിങ്സ്. ഓക്കെ, നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് ബ്രീത്ത്, ഈറ്റ്, ഡ്രിങ്ക്, ഗ്രോ ഓർ ഡൈ. നോൺ ലിവിങ് തിങ്സ് എന്താണ്? അത് ശ്വസിക്കാൻ കഴിയൂല, പിന്നെ ഈറ്റ് ചെയ്യാൻ കഴിയൂല, ഡ്രിങ്കിന് കഴിയൂല, അത് വളരില്ല. അതാണ് നോൺ ലിവിങ് തിങ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ അതിന് വളരാൻ കഴിയും, അത് ജീവനുള്ളതാണ്. ഓക്കെ, നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ അത് വളരില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ലിവിങ് തിങ്സിന്റെ നോൺ ലിവിങ് തിങ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് പരിചയപ്പെട്ടാലോ? ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ലിവിങ് തിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. ലിവിങ് തിങ്സ്. ഓക്കെ, ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് വളരാൻ കഴിയും, ജീവനുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് വൺ ചൈൽഡ്. ചൈൽഡ്. ഓക്കെ, ചൈൽഡ് എന്ന് പറയുമ്പോൾ കുട്ടി. നമ്മളെല്ലാവരും എന്താണ്? ലിവിങ് തിങ്സ് ആണ്. നമ്മൾ വളരുന്നില്ലേ? നമുക്ക് ജീവനില്ലേ? നമ്മൾ വളരുന്നതാണ്. അപ്പൊ നമ്മൾ എന്താണ്? ലിവിങ് തിങ്സ്. നമ്മളെല്ലാവരും എന്താണ്? ലിവിങ് തിങ്സ്. ഓക്കെ, അടുത്തത് എലഫന്റ്. ഓക്കെ, എലഫന്റ് എന്താണ്? വളരും. അപ്പൊ അതെന്താണ്? ലിവിങ് തിങ്സ്. ഓക്കെ, എല്ലാ ആനിമൽസും, ടൈഗർ, ലയൺ, ഇതൊക്കെ എന്താണ്? എല്ലാ ആനിമൽസും എന്താണ്? ലിവിങ് തിങ്സ്. ഓക്കെ, അടുത്തത് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ എന്താണ്? വളരുന്നില്ലേ? അതിന് ജീവനുള്ളതല്ലേ? അപ്പൊ അതെന്താണ്? ലിവിങ് തിങ്സ്. ഓക്കെ, അടുത്തത് ഫിഷ്. ഫിഷ് എന്താണ്? ലിവിങ് തിങ്സ് ആണ്. ഓക്കെ, അടുത്തത് പ്ലാന്റ്. പ്ലാന്റ്, ചെടികളൊക്കെ എന്താണ്? ചെടികളും മരങ്ങളൊക്കെ എന്താണ്? ലിവിങ് തിങ്സ്. ട്രീസ്, പ്ലാന്റ്സ്, അതൊക്കെ എന്താണ്? ലിവിങ് തിങ്സ്. കുഞ്ഞു ചെടിയായിരിക്കും, പിന്നെ അതിങ്ങനെ വളർന്ന് വലുതാവും, അത് വളരുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ലിവിങ് തിങ്സ്. ഓക്കെ, അടുത്തത് ഹെൻ. ഹെൻ എന്താണ്? ലിവിങ് തിങ്സ്. ആദ്യം ചിക്കായിരിക്കും, കോഴിക്കുഞ്ഞായിരിക്കും, പിന്നെ അത് ഹെന്നായിട്ട് മാറും. അപ്പൊ അത് വളരുന്നുണ്ട്, അതിന് ജീവനുണ്ട്. അപ്പൊ അതെന്താണ്? ലിവിങ് തിങ്സ്. ഓക്കെ, അടുത്തത് എന്താ? ഗോട്ട്. ഗോട്ട് എന്താണ്? വളരുന്നുണ്ട്, അതിന് ജീവനുണ്ട്. അപ്പൊ അതെന്താണ്? ലിവിങ് തിങ്സ്. ഓക്കെ, വളരുന്ന ജീവനുള്ള എല്ലാം എന്താണ്? ലിവിങ് തിങ്സ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് നോൺ ലിവിങ് തിങ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ബുക്സ്. നമുക്ക് എല്ലാവർക്കും ബുക്സ് ഇല്ലേ? ആ ബുക്സ് എന്താണ്? നോൺ ലിവിങ് തിങ്സ്. അത് വളരുന്നുണ്ടോ? ഇല്ല. അത് ജീവനുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താണ്? നോൺ ലിവിങ് തിങ്സ്. ഓക്കെ, അടുത്തത് പെൻസിൽ. പെൻസിൽ വളരുന്നുണ്ടോ? പെൻസിലിന് ജീവനുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താണ്? നോൺ ലിവിങ് തിങ്സ്. ഓക്കെ, അടുത്തത് ചെയർ. ചെയറിന് ജീവനുണ്ടോ? അത് വളരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താണ്? നോൺ ലിവിങ് തിങ്സ്. ഓക്കെ, അടുത്തത് കാർ. എന്താണ്? വളരുന്നുണ്ടോ? അതിന് ജീവനുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താണ്? നോൺ ലിവിങ് തിങ്സ്. ഓക്കെ, അടുത്തത് പെൻ. എന്താണ്? നോൺ ലിവിങ് തിങ്സ്. പെൻ, പെൻസിൽ, ചോക്സ്, അതൊക്കെ എന്താണ്? നോൺ ലിവിങ് തിങ്സ്. കാരണം എന്താ? അതിന് വളരാൻ സാധിക്കില്ല. അടുത്തത് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ല്. കല്ല് നോൺ ലിവിങ് തിങ്സ്. ഓക്കെ, അടുത്തത് ഫോൺ. മൊബൈൽ ഫോൺ എന്താണ്? ജീവനുണ്ടോ മൊബൈൽ ഫോണിന്? ഇല്ല. അത് വളരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താണ്? നോൺ ലിവിങ് തിങ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിക്ചേഴ്സ് കണ്ടാൽ അത് ലിവിങ് തിങ്സ് ആണോ നോൺ ലിവിങ് തിങ്സ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നന്നായിട്ട് അറിയണം. ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ അതിന് വളരാൻ കഴിയുന്ന ജീവനുള്ളതായിരിക്കും. അത് നോൺ ലിവിങ് തിങ്സിന് എന്താ? അത് ജീവൻ ഉണ്ടാവില്ല, അതിന് വളരാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ഓർത്ത് വെക്കുക കേട്ടോ.
ഇനി നമുക്ക് ഇതിന്റെ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദ ബോർഡ്. ഞാനിവിടെ കുറച്ച് പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതില് ലിവിങ് തിങ്സ് ഉണ്ട്, പിന്നെ നോൺ ലിവിങ് തിങ്സ് ഉണ്ട്. അപ്പൊ ഇതില് ലിവിങ് തിങ്സിന്റെ പിക്ചറിന്റെ താഴെ എൽ എന്ന് എഴുതാം, നോൺ ലിവിങ് തിങ്സ് ആണെങ്കിൽ എൻ എൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു തരണം ഇത് ലിവിങ് തിങ്സ് ആണോ നോൺ ലിവിങ് തിങ്സ് ആണോ നിങ്ങൾ പറയണം. അപ്പൊ ഞാൻ അതിന്റെ താഴെ എഴുതും. ഓക്കെ, ഫസ്റ്റ് വൺ ടൈഗർ. ടൈഗർ ടൈഗർ ലിവിങ് തിങ്സ് ഓർ നോൺ ലിവിങ് തിങ്സ്? ടൈഗർ ഏതാണ്? ലിവിങ് തിങ്സ് ആണോ നോൺ ലിവിങ് തിങ്സ് ആണോ? ഒന്ന് പറഞ്ഞേ. വെരി ഗുഡ്, ലിവിങ് തിങ്സ്. അപ്പോ ഞാനിവിടെ എൽ എന്ന് എഴുതി. ഓക്കെ, ടൈഗർ എന്തുകൊണ്ടാ ലിവിങ് തിങ്സ് ആയത്? അതിന് വളരാൻ സാധിക്കും, അത് ജീവനുള്ളതാണ്. ഓക്കെ, അടുത്തത് ചോക്ക്. ചോക്ക്. ഓക്കെ, ചോക്ക്. ചോക്ക് ലിവിങ് തിങ്സ് ഓർ നോൺ ലിവിങ് തിങ്സ്? ചോക്ക് എന്താണ്? വെരി ഗുഡ്, നോൺ ലിവിങ് തിങ്സ് ആണ്. കാരണം എന്താ? അതിന് വളരാൻ സാധിക്കില്ല. അപ്പൊ ഞാനിവിടെ എൻ എൽ എന്ന് എഴുതി. ഓക്കെ, അടുത്തത് പെൻസിൽ. പെൻസിൽ ലിവിങ് തിങ്സ് ഓർ നോൺ ലിവിങ് തിങ്സ്? പെൻസിൽ എന്താണ്? വെരി ഗുഡ്, നോൺ ലിവിങ് തിങ്സ്. അപ്പൊ ഞാൻ താഴെ എന്ത് എഴുതണം? എൻ എൽ. ഓക്കെ, അടുത്തത് പാരറ്റ്. പാരറ്റ്. പാരറ്റ് എന്താണ്? ലിവിങ് തിങ്സ് ഓർ നോൺ ലിവിങ് തിങ്സ്? വെരി ഗുഡ്, ലിവിങ് തിങ്സ്. ഓക്കെ, ഇത് ലിവിങ് തിങ്സ് ആവാൻ കാരണം എന്താ? അതിന് വളരാൻ സാധിക്കും, അത് ജീവനുള്ളതാണ്. എല്ലാ ബേർഡ്സും എന്താണ്? ലിവിങ് തിങ്സ് ആണ്. പാരറ്റ്, പീകോക്ക്, ക്രോ, ഈഗിൾ, അങ്ങനെ എല്ലാ ബേർഡ്സും ലിവിങ് തിങ്സ് ആണ്. അപ്പൊ ഞാനിവിടെ എൽ എന്ന് എഴുതി. ഓക്കെ, അടുത്തത് ഹെൻ. ഹെൻ. ഹെൻ എന്താണ്? ലിവിങ് തിങ്സ്. കാരണം എന്താ? അതിന് വളരാൻ സാധിക്കും. അപ്പൊ ഇവിടെ എൽ എന്ന് എഴുതി. ഓക്കെ, ലാസ്റ്റ് വൺ ബെഡ്. ബെഡ്. ബെഡ് എന്താ? ബെഡ് എന്താണ്? നമ്മളെല്ലാവരും കിടന്നുറങ്ങല് ബെഡിലല്ലേ? ഓക്കെ, ആ ബെഡ് ലിവിങ് തിങ്സ് ഓർ നോൺ ലിവിങ് തിങ്സ്? വെരി ഗുഡ്, നോൺ ലിവിങ് തിങ്സ് ആണ്. കാരണം എന്താ? അതിന് വളരാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഞാനിവിടെ എൻ എൽ എന്ന് എഴുതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എക്സാമിന് പിക്ചേഴ്സ് കണ്ടാലേ അത് ലിവിങ് തിങ്സ് ആണോ നോൺ ലിവിങ് തിങ്സ് ആണോ എന്ന് എഴുതാൻ അറിയൂലേ? ലിവിങ് തിങ്സ് ആണെങ്കിൽ എൽ എഴുതണം, നോൺ ലിവിങ് തിങ്സ് ആണെങ്കിൽ എൻ എൽ എന്ന് എഴുതണം. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 40 40 കണ്ടോ? ലിവിങ് തിങ്സ്. ഓക്കെ, ലിവിങ് തിങ്സ്. ഇവിടെ ഒരുപാട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? ലിവിങ് തിങ്സ്. ഫസ്റ്റ് വൺ പ്യൂപ്പിൾസ്. നമ്മളെല്ലാവരും എന്താണ്? ജനങ്ങളെല്ലാവരും എന്താണ്? ലിവിങ് തിങ്സ്. ആനിമൽസ്. എല്ലാ ആനിമൽസും ലിവിങ് തിങ്സ് ആണ്. ബേർഡ്സ്. എല്ലാ ബേർഡ്സും ലിവിങ് തിങ്സ് ആണ്. ട്രീസ്, പ്ലാന്റ്സ്, അതൊക്കെ എന്താണ്? മരങ്ങളും ചെടികളൊക്കെ എന്താണ്? ലിവിങ് തിങ്സ്. കാരണം എന്താ? അതിനൊക്കെ വളരാൻ സാധിക്കും, ജീവനുള്ളതാണ്. ഓക്കെ, പിന്നെ ഇവിടെ രണ്ട് ലൈഫ് സൈക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഹ്യൂമൻ ബീങ്. നമ്മുടെ മനുഷ്യന്മാരുടെ നമ്മളുടെ ലൈഫ് സൈക്കിൾ ആണ്. അതാണ് നമ്മൾ ജനിച്ചത് മുതൽ വളരുന്ന ഓരോ ഘട്ടവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഹെൻ. ഹെന്നിന്റെ ലൈഫ് സൈക്കിൾ എന്താ? ആദ്യം എഗ് ആയിരിക്കും, ആ എഗ് വിരിഞ്ഞിട്ട് ചിക്ക് കോഴിക്കുഞ്ഞുണ്ടാവും, പിന്നെ ആ കോഴിക്കുഞ്ഞ് എന്ത്? ഹെന്നായിട്ട് മാറും. ഓക്കെ, പിന്നെ ഇവിടെ താഴെ നോൺ ലിവിങ് തിങ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ബുക്ക്, പെൻ, ചെയർ, സ്റ്റോൺ, ഫോൺ, ക്ലൗഡ്. ഇതൊക്കെ എന്താണ്? നോൺ ലിവിങ് തിങ്സ്. കാരണം എന്താ? അതിന് വളരാൻ സാധിക്കില്ല. ഓക്കെ, പിന്നെ പേജ് നമ്പർ 42 ലിവിങ് തിങ്സിന്റെ നോൺ ലിവിങ് തിങ്സിന്റെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. First one, write L for living things and NL for non-living things. ഈ പിക്ചേഴ്സ് കണ്ടോ? ഇതില് ലിവിങ് തിങ്സ് ആണെങ്കിൽ L എഴുതി കൊടുക്കുക, നോൺ ലിവിങ് തിങ്സിന് താഴെ NL എന്ന് എഴുതി കൊടുക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ഇതുപോലെ നിങ്ങൾ ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് ലിവിങ് തിങ്സ് ആണെങ്കിൽ L എഴുതി കൊടുക്കുക, നോൺ ലിവിങ് തിങ്സ് ആണെങ്കിൽ NL എഴുതി കൊടുക്കുക. ഓക്കെ, സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ കഴിയൂലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ട്രൂ എ ലിവിങ് തിങ് ആൻഡ് നോൺ ലിവിങ് തിങ്. ഇവിടെ താഴെ രണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ? അതിൽ ഫസ്റ്റ് ബോക്സിൽ ഒരു ലിവിങ് തിങ് വരയ്ക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു ലിവിങ് തിങ് വരയ്ക്കുക. ബേർഡ്സിനെ വരയ്ക്കുക, ആനിമൽസ് വരയ്ക്കുക, ട്രീസ്, പ്ലാന്റ്സ്, അങ്ങനെ ലിവിങ് തിങ്സ് നിങ്ങൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ലിവിങ് തിങ് ഇവിടെ വരയ്ക്കുക. സെക്കൻഡ് ബോക്സിൽ നോൺ ലിവിങ് തിങ് വരയ്ക്കുക. പെൻ വരയ്ക്കുക, പെൻസിൽ, ചോക്ക്, ബുക്ക്, അങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു നോൺ ലിവിങ് തിങ് ഇവിടെ വരയ്ക്കുക. പിന്നെ ലാസ്റ്റ് ആക്ടിവിറ്റി, അറേഞ്ച് ദ ലൈഫ് സൈക്കിൾ ഓഫ് ഫ്രോഗ്,
ഫ്രോഗിന് 4 ഘട്ടങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് ഈ കറക്റ്റിന് നമ്പേഴ്സ് അതിന് താഴെ സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഘട്ടത്തിൽ 1 എഴുതുക, 2, 3, 4 അങ്ങനെ കറക്റ്റിന് ഇതൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.